ശ്രീ കിള്ളിക്കുളങ്ങര ധർമ്മദൈവ നവഗ്രഹ ക്ഷേത്രം. തൃശൂർ ജില്ലയിലെ മതിലകം ഗ്രാമപഞ്ചായത്തിൽ കൂളിമുട്ടം എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ പ്രസിദ്ധമായ ക്ഷേത്രം. ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഉപദേവതകളായി കുഞ്ഞാപ്പു, കുഞ്ഞിറ്റിമുത്തപ്പൻ, ദുർഗ ഭഗവതി, ഹനുമൻ സ്വാമി, വീരഭദ്രൻ, ഖണ്ഡകർണൻ, കരിനാഗം, ഭൈരവൻ, വിഷ്ണുമായ, രാമൻ മുത്തപ്പൻ, ഭുവനേശ്വരി, ഗണപതി, നാഗദേവതകൾ, നവഗ്രഹങ്ങൾ, ക്ഷേത്ര ചുറ്റുമതിലിനു പുറത്തായി കരിങ്കുട്ടിയുമാണ് പ്രതിഷ്ഠ. അതീവ ശക്തിയുള്ള നാഗദേവ പ്രതിഷ്ഠകളും നവഗ്രഹങ്ങളും ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ അധികം വ്യത്യസ്തപ്പെടുത്തുന്നു. നാഗദേവതകൾക്ക് ഏറെ പ്രാധാന്യമാണ് ക്ഷേത്രത്തിൽ നൽകി വരുന്നത്. നാഗരാജാവും നാഗയക്ഷിയമ്മയും വളരെ ശക്തിയേറിയ നാഗദേവതകളാണ്. നാഗദേവതകളിലെ മറ്റൊരു പ്രധാന ദേവതയാണ് സർപ്പസ്വരൂപിണി അമ്മ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം വലിയ ഒരു നാഗക്കാവായിരുന്നു. ഇവിടെ ഈ ക്ഷേത്രം നിർമ്മിക്കാൻ കാരണം കുഞ്ഞിറ്റി, കുഞ്ഞാപ്പു എന്നീ രണ്ട് മുത്തപ്പന്മാരാണ്. ആ ചരിത്രമറിയണമെങ്കിൽ നമ്മൾ നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് സഞ്ചരിക്കണം. വൃദ്ധരും അവിവാഹിതരുമായിരുന്ന, പുരാണ ഇതിഹാസങ്ങളിലും വൈദിക വൃത്തിയിലും പാണ്ഡിത്യമുള്ള കൃഷ്ണനും രാമനും എന്നു പേരുള്ള തിരുമേനിമാർ ഒറ്റപ്പാലത്ത് താമസിച്ചിരുന്നു. കിഴുപ്പുള്ളിക്കുളങ്ങര തറവാട്ടിലെ വേലായുധനും ശാരദയുമായിരുന്നു തിരുമേനിമാരുടെ ഏക ആശ്രയം. 3 പെൺമക്കൾക്ക് ജന്മം നൽകിയ ശാരദയ്ക്ക് ഒരു ആൺകുഞ്ഞില്ലാത്തതിനാൽ അതീവ ദുഃഖമുണ്ടായിരുന്നു. കുറേ നാളുകളുടെ പ്രാർത്ഥനയ്ക്കൊടുവിൽ അവർക്ക് 2 തവണയായി ഓരോ ആൺകുഞ്ഞുങ്ങൾ പിറന്നു. കുഞ്ഞിറ്റി എന്നും കുഞ്ഞാപ്പു എന്നും അവർ ആ കുഞ്ഞുങ്ങൾക്ക് നാമകരണം ചെയ്തു. കളരി അഭ്യാസവും മന്ത്രതന്ത്രങ്ങളും വേദശാസ്ത്രങ്ങളും പുരാണ ഇതിഹാസങ്ങളും അവർ കൃഷ്ണൻ തിരുമേനിയുടെയും രാമൻ തിരുമേനിയുടെയും സഹായത്തോടെ പൂർത്തിയാക്കി. എല്ലാ പാണ്ഡിത്യങ്ങളും കരസ്ഥമാക്കിയ അവരുടെ പേരിൻ്റെ കൂടെ മുത്തപ്പൻ എന്ന സ്ഥാനപ്പേരും തിരുമേനിമാർ കൽപ്പിച്ചു നൽകി. കാലങ്ങൾ കടന്നുപോയി. തിരുമേനിമാരും മുത്തപ്പന്മാരുടെ മാതാപിതാക്കളും ഇഹലോകവാസം വെടിഞ്ഞപ്പോൾ മുത്തപ്പന്മാർ സഹോദരിമാരെയും കൂട്ടി ആ ഗ്രാമം വിട്ട് യാത്ര ചെയ്തു. ആ യാത്ര പല നാടുകൾ കടന്നെത്തി നിന്നത് കാവുകളാൽ ചുറ്റപ്പെട്ട പൊക്ലായിച്ചാൽ എന്ന ദേശത്തായിരുന്നു. മുതിരയ്ക്കൽ തറവാടിൻ്റെ അധീനതയിലായിരുന്നു ഈ പ്രദേശം. കാവ് പരിപാലിക്കണം എന്ന വ്യവസ്ഥയിൽ മുത്തപ്പന്മാർക്ക് ഈ പ്രദേശം വിട്ടുനൽകുകയും അവർ അവിടെ തങ്ങളുടെ പരദേവതകളെ കുടിയിരുത്തി താമസം ആരംഭിക്കുകയും ചെയ്തു. ഈ മുത്തപ്പന്മാരുടെ സന്തതി പരമ്പരകളാണ് കിള്ളിക്കുളങ്ങര തറവാട്ടുകാർ. വർഷങ്ങൾ കടന്നുപോയി. 2 മുത്തപ്പന്മാരുടെയും സമാധിശേഷം ഇരുവരെയും താന്ത്രിക വിധിപ്രകാരം ഭദ്രകാളിയുടെ അരികിലായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ് ഇവിടുത്തെ കാവുകൾ. എല്ലാ മതത്തിലും ഉൾപ്പെട്ട 100 കണക്കിന് ഭക്തരാണ് ദിനം പ്രതി ജില്ലയുടെ പല ഭാഗത്തു നിന്നും നാഗങ്ങളുടെ അനുഗ്രഹം തേടി ക്ഷേത്രത്തിലെത്തുന്നത്. ഭക്തരുടെ ആധികളും വ്യാധികളും തീർക്കുന്നതിന് സർപ്പസ്വരൂപിണി അമ്മയുടെ തിരുനടയിൽ കിള്ളിക്കുളങ്ങരയിലെ മുതിർന്ന കാരണവരിൽ ഒരാളായ സുബ്രുസ്വാമി പ്രശ്നചിന്ത നടത്തി ഫലം പറയുന്ന കർമ്മത്തിൽ പങ്കുചേരാൻ
നാടിൻ്റെ നാനാഭാഗത്തു നിന്നും മതങ്ങളുടെ അതിർവരമ്പുകൾ ലംഘിച്ച് ഭക്തർ ക്ഷേത്രത്തിലെത്തുന്നു. ഇവിടുത്തെ നാഗദേവതകളെ അഭയം പ്രാപിച്ചാൽ തീരാത്ത ആകുലതകൾ ഒന്നുമില്ല എന്ന് തന്നെ ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും പറഞ്ഞു വയ്ക്കുന്നതിന് കാരണം അവരുടെ അനുഭവം തന്നെയാണ്. ക്ഷേത്ര ഉത്സവത്തിന് നാഗങ്ങൾക്ക് അഷ്ടനാഗക്കളവും രൂപക്കളവും നടന്നു വരുന്നു. ഈ ദിവസങ്ങളിൽ നാഗദേവതകളെ ദർശിക്കാൻ മറ്റു ജില്ലകളിൽ നിന്നുവരെ ഭക്തർ ക്ഷേത്രത്തിലെത്തിച്ചേരുന്നു. തുലാമാസത്തിലെ രേവതി നാളിലാണ് സർപ്പസ്വരൂപിണി അമ്മയുടെ പ്രതിഷ്ഠാദിനം. സർപ്പസ്വരൂപിണി അമ്മ ഈ ക്ഷേത്ര നാഗക്കാവിൽ പ്രതിഷ്ഠിക്കപ്പെടാൻ ഒരു കാരണമുണ്ട്. ക്ഷേത്രത്തിൻ്റെ സമീപത്തായ ഒരു വീട്ടിൽ താമസിക്കുന്ന അന്യമതത്തിൽപ്പെട്ടൊരു പെൺകുട്ടിയുടെ അസ്വാഭാവികത നിറഞ്ഞ പ്രവൃത്തികളും അത്ഭുതങ്ങളും കണ്ട് വീട്ടുകാർ ഒരു ജ്യോത്സ്യനെ കണ്ടു നടത്തിയ പ്രശ്നചിന്തയിൽ ആ കുട്ടിയുടെ ദേഹത്ത് സർപ്പസ്വരൂപിണിയമ്മ കുടികൊള്ളുന്നു എന്ന് വീട്ടുകാരെ അറിയിച്ചു. വീട്ടുകാർ ആ ശക്തിയെ ആവാഹിച്ച് മണ്ണാറശാലയിലും പാമ്പുമേക്കാട്ടു മനയിലും കുടിയിരുത്താൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വരികയും തുടർന്ന് നടത്തിയ പ്രശ്നചിന്തയിൽ സർപ്പസ്വരൂപിണിക്ക് കിള്ളിക്കുളങ്ങരയിലെ നാഗക്കാവിലാണ് കുടിയിരിക്കേണ്ടത് എന്ന് കാണുകയും തുടർന്ന് സർപ്പസ്വരൂപിണി ഇവിടെ കുടിയിരിക്കുകയും സർപ്പസ്വരൂപിണി കുടിയിരിക്കുന്ന കേരളത്തിലെ ഏക നാഗക്കാവായി കിള്ളിക്കുളങ്ങര മാറുകയും ചെയ്തു. മംഗല്യഭാഗ്യത്തിനായി നാഗദേവതകൾക്ക് വളകൾ സമർപ്പിക്കുന്നതും സന്താന സൗഭാഗ്യത്തിന് തൊട്ടിൽ കെട്ടുന്നതും ഏറെ ഫലസിദ്ധി ലഭിക്കുന്ന വഴിപാടുകളായതിനാൽ ധാരാളം ഭക്തരാണ് ദിനംപ്രതി ഈ വഴിപാടുകൾ നടത്തിവരുന്നത്. ദേവിയുടെ പ്രതിഷ്ഠാദിനം മിഥുനമാസത്തിലെ ഉത്രം നാളിലാണ്. മകരം 4 മുതൽ 9 വരെയാണ് ക്ഷേത്ര ഉത്സവം നടത്തപ്പെടുന്നത്. അത്യധികം പ്രാധാന്യത്തോടെയാണ് ഉത്സവ ചടങ്ങുകൾ നടത്തപ്പെടുന്നത്.
മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തപ്പെടുത്തുന്ന ഒന്നാണ് പാനകളി. പല ക്ഷേത്രങ്ങളിലും നിലച്ചുപോയ ഈ ചടങ്ങ് അതീവ പ്രാധാന്യത്തോടെയാണ് ക്ഷേത്രത്തിൽ ഇന്നും നടന്നുവരുന്നത്. മണ്ണാറശാലയിലും പാമ്പുമേക്കാട്ടു മനയിലും ദർശനം നടത്തുന്ന ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് ഓടിയെത്തുന്നത് ഈ നാഗക്കാവിലെ നാഗചൈതന്യ പ്രഭാവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നത് ഓരോ ഭക്തൻ്റെയും വാക്കുകളിൽ വ്യക്തമാണ്. ആരോഗ്യ സൗഖ്യത്തിനും മംഗല്യ ഭാഗ്യത്തിനും സന്താന ലബ്ധിക്കും ഈ ക്ഷേത്രവും കാവും ഒരു സിദ്ധ ഔഷധം തന്നെ എന്നത് ഓരോ ഭക്തനും നിസ്സംശയം പറഞ്ഞു വയ്ക്കുന്നു. ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ഇവിടുത്തെ ദിവ്യശക്തിയുടെ മഹത്തായ ചൈതന്യത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. ആ അനുഭവങ്ങൾ തുടർന്ന് നമുക്ക് അനുഭവസ്ഥരിൽ നിന്നു തന്നെ ശ്രവിക്കാം ഈ നാഗക്കാവിനെ കുറിച്ചുള്ള തുടർഭാഗങ്ങളിൽ. ആരോഗ്യ സൗഖ്യത്തിനും മംഗല്യ ഭാഗ്യത്തിനും സന്താന ലബ്ധിക്കും ഈ ക്ഷേത്രവും കാവും ഒരു സിദ്ധ ഔഷധം തന്നെ എന്നത് ഓരോ ഭക്തനും നിസ്സംശയം പറഞ്ഞു വയ്ക്കുന്നു.